മക്കളെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൽ നിന്ന് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. ഏകകോശ ജീവിക്ക് ഉദാഹരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ യൂണിസെല്ലുലാർ ഓർഗാനിസം. ഒറ്റക്കോശം മാത്രമുള്ള ജീവികളാണ് ഏകകോശ ജീവി എന്നറിയാം. അമീബ, പാരമീസിയം, യൂഗ്ലീന ഏത് എഴുതി വെച്ചാലും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സസ്യങ്ങളെ പ്രത്യുൽപാദന അവയവം. ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് പ്ലാന്റ് എന്ന് പറയുന്നത് ഫ്ലവർ ആണ്, പുഷ്പം അല്ലെങ്കിൽ പൂവാണെന്ന് പറയാൻ പറ്റും. മൂന്നാമത്തേത് എക്സാമ്പിൾ ഫോർ സിമ്പിൾ ഫ്രൂട്ട്. ലഘുഫലങ്ങൾക്കുള്ള ഉദാഹരണം. ഏതും എൻ്റെ മക്കൾക്ക് എഴുതി വെക്കാം. ഞാനിവിടെ വെച്ചിട്ടുള്ളത് മാംഗോയും അതുപോലെ ടൊമാറ്റോവുമാണ്. ഏതും നിങ്ങൾക്ക് എഴുതാം. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് പ്രൊവൈഡ് ഷേപ്പ് ആൻഡ് സ്ട്രെങ്ത് ടു അവർ ബോഡി. ശരീരത്തിന് ആകൃതിയും ഉറപ്പും നൽകുന്നത് എന്താ ചോദിച്ചു. ആൻസർ വരുന്നത് ബോൺസ് ആണ്, അസ്ഥികളാണെന്ന് പറയാൻ വേണ്ടി പറ്റും. അവസാനത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ മക്കളെ. അകാന്തിക വസ്തുക്കൾക്ക് ഉദാഹരണം. എക്സാമ്പിൾ ഫോർ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞു. കാന്തം ആകർഷിക്കാത്ത വസ്തുക്കളാണ് അകാന്തിക വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്ലാസ്റ്റിക് എഴുതാം, അല്ലെങ്കിൽ ചോക്ക് എഴുതാം, തൂവൽ എഴുതാം, പുസ്തകം എഴുതാം. ഏത് എഴുതി വെച്ചാലും കറക്റ്റ് ആൻസർ ആണ്. അപ്പൊ ഇത് നിങ്ങൾ അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാം.